ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ വെജിറ്റബിൾ കറി തയ്യാറാക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു വലിയ സബോളയാണ്. സബോള ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി വേണം. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽക്കൊരു ചെറിയ കഷ്ണം കോൽപ്പുളി വേണം. ഒരു ചുവന്നുള്ളിയുടെ വലിപ്പത്തിലുള്ള അത്രയും പുളി മതി. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു മൂടി കഴിഞ്ഞിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി 2 വിസിൽ വന്നിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇപ്പം കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചേനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീയൊന്ന് കത്തിക്കാം. എന്നിട്ട് ഇതിൽ ഈ ചേന ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഭയങ്കരമായിട്ട് ഉടക്കേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ കറി കുറച്ച് തിക്കായിട്ട് കിട്ടും. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഒക്കെ ഉണ്ടാക്കണ പോലെ നല്ലൊരു തിക്ക് ഇതായിട്ട് കിട്ടും. അധികം ലൂസും അല്ല, എന്നാൽ ചെറിയൊരു കട്ടിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഈ ഒരു തിക്കിലെടുത്താൽ മതി, കാരണം ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചിയെടുക്കണം. ഇത് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് 2 കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്